അനേകവിധങ്ങളായ ദൈനംദിന ഹിംസകൾക്കു വേണ്ടി പഞ്ചമഹായജ്ഞങ്ങൾ പ്രായശ്ചിത്തമാണ്. ഒരു ദിവസം ശ്രവണം ചെയ്യാതിരുന്നാൽ അത്രയും പാപം സഞ്ചയിക്കുന്നു. ഓരോ ദിവസത്തെയും പാപത്തിന് ഉള്ള പ്രായശ്ചിത്തം പ്രതിദിനമുള്ള ശ്രവണാദികളാണ്. മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത, ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം സാഖ്യയോഗമാണ്. സാഖ്യയോഗം സാഖ്യസന്ദർഭ വിവരണമായും യോഗസന്ദർഭ വിവരണമായും 2ആയി പിരിഞ്ഞിരിക്കുന്നു. അതിൽ 2-ാം ഭാഗം യോഗ സന്ദർഭ വിവരണമാണ് നാം ചെയ്തു വരുന്നത്. അതിൽ 51-ാം ശ്ലോകത്തിൽ കർമ്മയോഗം എന്തിനെ ലക്ഷീകരിക്കുന്നു? അത് മോക്ഷത്തെയാണ് ലക്ഷീകരിക്കുന്നത്. കർമ്മജം ബുദ്ധിയുക്താഹി ബുദ്ധിയുക്തനായവൻ എങ്ങനെ യോഗബുദ്ധി കൊണ്ട് ഫലം ത്യജിച്ചിട്ട് ഫലം തെക്ത്വാ മനീഷിണഃ കർമ്മബന്ധ വിനിർമുക്താഃ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തനായി അനാമയമായ ആമയങ്ങളില്ലാത്ത ദുഃഖങ്ങളില്ലാത്ത പരമപദത്തെ പ്രാപിക്കുന്നു. ഇതാണ് നാം കണ്ടത്. ആ ശ്ലോകം പറഞ്ഞു വരുമ്പോൾ ആമയങ്ങൾ ഉണ്ടാകുന്നത് ജന്മകർമ്മ ഫലപ്രദ ആയിട്ടുള്ള കർമ്മങ്ങളിൽ പെടുമ്പോഴാണ്. അതിലെ പുണ്യപാപങ്ങൾ മിശ്രിതമാണ്. ഒരാൾ സുഖാർത്ഥം 1000 പുണ്യകർമ്മവും ദുഃഖഹേതുവായ 800 പാപകർമ്മവും ചെയ്താൽ 1000-ൽ നിന്ന് 800 കുറച്ച് 200 പുണ്യം, 1000-ൽ നിന്ന് 200 കുറച്ച് 1000-ൽ നിന്ന് 800 കുറച്ച് 200 പുണ്യകർമ്മം അങ്ങനെയില്ല. പുണ്യത്തിൽ നിന്ന് ഉപഭോഗം കൊണ്ട് പുണ്യവും പാപത്തിൽ നിന്ന് ഉപഭോഗം കൊണ്ട് പാപവും കുറയും. അല്ലാതെ പുണ്യത്തിൽ നിന്ന് പാപമോ പാപത്തിൽ നിന്ന് പുണ്യമോ കുറയില്ല. അങ്ങനെയാണ് കർമ്മം ഇല്ലാതാകുന്നത്. പുണ്യം ഉള്ളവൻ പുണ്യത്തിൽ നിന്ന് പാപം കുറയ്ക്കുന്നതിനുള്ള ആശ തന്നെ ഉപേക്ഷിച്ചേ മതിയാവും. പുണ്യത്തിനിടയിൽ പാപം വരും, പാപത്തിനിടയിൽ പുണ്യവും വരും. പുണ്യത്തിനിടയിൽ വരുന്ന പാപം ജീവിതം തന്നെ നിർത്തിവെക്കുവാനും ഒക്കെ ആഗ്രഹിക്കും വിധം ചിലപ്പോൾ ശക്തമാകും. അതിനിടയിൽ തലനീട്ടുന്ന പുണ്യം കൊണ്ട് ഇനിയും 1000 വർഷം ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ ജീവിക്കാനുള്ള ഇച്ഛയും ജീവിതം വെടിയാനുള്ള ഇച്ഛയും പുണ്യപാപങ്ങളുടെ മിശ്രിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും പിന്നീട് പുണ്യം വളരെയായതുകൊണ്ട് മോക്ഷത്തിന് പുണ്യക്ഷയം ആവശ്യമാകയാൽ പാപം ചെയ്യേണ്ടതില്ല. കാരണം പാപപുണ്യങ്ങൾ സമമായാലും ജന്മകർമ്മ ഫലപ്രദയാണ്. അപ്പോൾ
പുണ്യത്തിൽ നിന്ന് പാപവും പാപത്തിൽ നിന്ന് പുണ്യവും കുറയുമെന്നത് അപസിദ്ധാന്തമാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രായശ്ചിത്തം കൊണ്ട് പാപം പോകും. പാപനിവാരണാർത്ഥം പ്രായശ്ചിത്ത വിധാനങ്ങൾ ശാസ്ത്രങ്ങളിലുണ്ട്. പുണ്യകർമ്മം പാപനാശകമല്ല. പ്രായശ്ചിത്തം പാപനാശകമാണ്. പ്രായശ്ചിത്തം പുണ്യകർമ്മങ്ങളിൽ അന്തർഗതമാണോ അല്ലയോ? പലപ്പോഴും നിമിത്തവിശേഷം കൊണ്ട് പുണ്യപാപമുണ്ടായാൽ പ്രായശ്ചിത്തം പുണ്യാദികൾ പറയുന്നതല്ല. പ്രായശ്ചിത്തമാകട്ടെ പ്രായശ്ചിത്തമായി മാത്രം വരുന്നു. തരതി ബ്രഹ്മഹത്യാം യോ അശ്വമേധയജ്ഞേന. തരതി ബ്രഹ്മഹത്യാം യോ അശ്വമേധേന യജേത യചൈനമേവം വേദ. ശാസ്ത്രങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തരതി ബ്രഹ്മഹത്യാം യോ അശ്വമേധേന യജതേ യ ഉ ചൈനമേവം വേദ. അശ്വമേധയജ്ഞം ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. മഹാപാപമാണ് ബ്രഹ്മഹത്യ. അതിൽ നിന്ന് പോലും മോചിപ്പിക്കുന്നു. എന്നാൽ അധികാരം ക്ഷത്രിയർക്കാണ്. മറ്റുള്ളവർക്കെന്താണ് വഴി? യ ഉ ചൈനമേവം വേദ. അശ്വമേധീയ അശ്വാദി വിഷയകമായ ഉപാസന ചെയ്താൽ ബൃഹദാരണ്യക ഉപനിഷത്തും മറ്റും പറയുന്ന അശ്വമേധീയ അശ്വാദി വിഷയകമായ ഉപാസന ചെയ്താൽ അതും ബ്രഹ്മഹത്യാദി പാപനിർമുക്തിക്ക് ഉതകുന്നതാണ്. അതുകൊണ്ട് ക്ഷത്രിയനല്ലാത്തവൻ അശ്വമേധം കർമ്മമെന്ന നിലയിൽ ചെയ്യണ്ട. ഇപ്പോൾ ഓരോ ദിവസവും നമുക്ക് പാപം വരുന്നുണ്ട്. ഒരു ദിവസമെങ്കിലും പാപം അല്പമെങ്കിലും വരാത്തതില്ല. ഗോഹത്യാദി കാതാചിൽക്ക പാപം ഇരിക്കട്ടെ, അത് കാതാചിൽക്കമാണ്, ഇടയ്ക്ക് വരുന്നതാണ്. ദിനംതോറുമുള്ള പാപങ്ങളുടെ കാര്യത്തിൽ എന്താണ് വിചാരം? നടക്കുമ്പോഴും ഓടുമ്പോഴും ധാരാളം പ്രാണികളെ കൊല്ലുന്നുണ്ട്. അതുകൊണ്ട് ഓട്ടവും ചാട്ടവും നടപ്പും എല്ലാം നിർത്താൻ പറ്റുമോ? വീട് വൃത്തിയായും സ്വച്ഛമായും സൂക്ഷിക്കണം. അതിലും 1000 ജീവികൾ ചത്തൊടുങ്ങുന്നുണ്ട്. അതുകൊണ്ട് വീട് വൃത്തിഹീനമായി ഇടുമോ? പല വിഷവസ്തുക്കളും DDTയും മറ്റും ഉപയോഗിച്ച് അനേകം ജീവികളെ കൊല്ലുന്നുണ്ട്. പുകയേൽപ്പിച്ചും മറ്റും കൊതുകിനെയും എല്ലാം കൊല്ലുന്നുണ്ട്. ഒരു ശാസ്ത്രവേത്താവ് വീടും മറ്റും വൃത്തിരഹിതമായി വയ്ക്കണമെന്ന് പറയില്ല. എന്നല്ല, ശൗചത്തിനും മറ്റും പ്രഥമസ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ പല ബുദ്ധിമാന്മാരും പറയുന്നത് ഈ കർമ്മമൊന്നും പാപമല്ലെന്നാണ്. എന്നാൽ ഇത് നമുക്ക് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. ഇത് നമുക്ക് ആവശ്യമാണ്, അതുകൊണ്ട് പാപമല്ല എന്നാണ് അവരുടെ വാദം. അവരുടെ അഭിപ്രായത്തിൽ ഇത് പുരോഗതിയാണ്. ഇത് നമുക്ക് വിധിച്ചിട്ടുള്ളതാണ്.
ശാസ്ത്രത്തിൻ്റെ വിധിയല്ല. ശാസ്ത്രം ഇതിന് പഞ്ചയജ്ഞം കൊണ്ട് പ്രായശ്ചിത്തമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അധ്യാപനം ബ്രഹ്മയജ്ഞ, പിതൃയജ്ഞസ്തു തർപ്പണം, ദൈവോ ഹോമോ ബലിർ വേശ്യോ നൃയജ്ഞോ ദിതിഭൂജനം. അധ്യാപനം ബ്രഹ്മയജ്ഞ, പിതൃയജ്ഞസ്തു തർപ്പണം, ദൈവോ ഹോമോ ബലിർവേശ്വോ നൃയജ്ഞോ തിഥിഭൂജനം. അനേകവിധങ്ങളായ ദൈനംദിന ഹിംസകൾക്കു വേണ്ടി പഞ്ചമഹായജ്ഞങ്ങൾ പ്രായശ്ചിത്തമാണ്. ആയതിൽ ഒന്നാമത്തേത് അധ്യാപനമാണ്. അധ്യാപനം എന്നതുകൊണ്ട് വേദശാസ്ത്രാദി പഠനം, പാഠനം എന്നാണ് ഇവിടെ അർത്ഥം. സത്സംഗാദികളും അതിൽപ്പെടും. എന്നും സത്സംഗം കഴിഞ്ഞിരിക്കുന്നു എങ്കിൽ അന്നുള്ള പാപങ്ങളിൽ നിന്ന് മോചനം നേടുന്നു. ഒരു ദിവസം ശ്രവണം ചെയ്യാതിരുന്നാൽ അത്രയും പാപം സഞ്ചയിക്കുന്നു. അടുത്ത ദിവസം ശ്രവണം ചെയ്താൽ ആ പാപവും കൂടി പോകില്ലേ. അതുകൊണ്ട് അടുത്ത ദിവസത്തെ പാപം പോകുന്നു. അപ്പോൾ ഒരു ദിവസം ശ്രവണം ചെയ്തില്ലെങ്കിൽ പാപം വന്നുകൂടുന്നു. കഴിഞ്ഞ ദിവസത്തെ പാപം എന്തുകൊണ്ടു പോകും? 2 തവണ ശാസ്ത്രം ശ്രവണം ചെയ്തിട്ടോ അടുത്ത ദിവസം രാവിലെയും വൈകിട്ടും കൂടി ശ്രവണം ചെയ്താലോ? അങ്ങനെ കേട്ടോളൂ, കൊള്ളാം. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ പാപം പോയി പൂർത്തിയാവില്ല. ഇന്ന് ഭക്ഷണം കഴിച്ചില്ല, നാളെ ഇരട്ടി കഴിച്ചാൽ മതിയോ? അതിനേതെങ്കിലും യുക്തിയില്ല. ഓരോ ദിവസത്തെയും പാപത്തിന് ഉള്ള പ്രായശ്ചിത്തം പ്രതിദിനമുള്ള ശ്രവണാദികളാണ്. അധ്യാപനാധ്യയനാദി ഒന്നുണ്ടായി. ഇപ്രകാരം പിതൃയജ്ഞാദികളും കൂടി ആണ്. ഇവിടെ പഞ്ചമഹായജ്ഞ വർണ്ണനത്തിൻ്റെ ചർച്ചയല്ല. നമ്മൾ യജ്ഞത്തെയല്ല ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയേണ്ടത് പ്രായശ്ചിത്ത ഉദാഹരണാർത്ഥമാണ് ഇത് പറഞ്ഞു വന്നത്. പഞ്ചമഹായജ്ഞത്തെ പ്രസ്തുതമാക്കി നാം പറഞ്ഞത് പ്രായശ്ചിത്ത ഉദാഹരണാർത്ഥമാണ്. അതിൻ്റെ താല്പര്യമെന്തെന്നാൽ പുണ്യപാപങ്ങളെ കഴുകിക്കളയാം പ്രായശ്ചിത്തം കൊണ്ട്. ഇതാണ് ശാസ്ത്രീയ വിധി. ഇനി പുണ്യം കൊണ്ട് പാപത്തെ കളയാൻ പറ്റില്ല. സത്യതപൻ യാ പശ്യതി ന സബ്രൂതേ സ ന പശ്യതി അഹോ കഥയ കാര്യാർത്ഥിൻ കിം പൃച്ഛസി മുഹുർമുഹു. യാ പശ്യതി ന സാ ബ്രൂതേ സ ന പശ്യതി അഹോ കഥയ കാര്യാർത്ഥിൻ കിം പൃച്ഛസി മുഹുർമുഹു. ഇപ്രകാരം ഉത്തരം എന്തുകൊണ്ട് തന്നു? എന്തുകൊണ്ട് സത്യത്തെ സംരക്ഷിക്കുന്നതിന് പ്രയാസമായി? നാം നേരത്തെ ഒരു പശുവിൻ്റെ ഉദാഹരണമാണ് പറഞ്ഞത്. പന്നിയുടെ ഉദാഹരണമാണ്. വ്യാധൻ സ്വബാണവിദ്ധമായ സൂകരത്തിൻ്റെ കാര്യത്തിൽ ചോദിച്ചിരുന്നു എങ്കിൽ സത്യതപൻ പറയുമായിരുന്നു, ആര് കാണുന്നു അയാൾ പറയുന്നില്ല, പറയുന്നവൻ കാണുന്നുമില്ല, ആരോടാണ് നിങ്ങൾ ചോദിക്കുന്നത്? നമ്മൾ നേരത്തെ ഒരു പശുവിൻ്റെ ഉദാഹരണം ബ്രാഹ്മണനെ വെച്ച് പറഞ്ഞു. അതുപോലെ വ്യാധൻ
പന്നിയെ കുറിച്ചാണ് ചോദിച്ചത് അമ്പെയ്യാൻ. അപ്പോൾ സത്യതപൻ പറഞ്ഞു, ആരു കാണുന്നു അയാൾ പറയുന്നില്ല, പറയുന്നവൻ കാണുന്നുമില്ല. ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് ആരോടാണ് നിങ്ങൾ ചോദിക്കുന്നത്? ചോദ്യകർത്താവായ വ്യാധൻ പേടിച്ചരണ്ട് ഓടിപ്പോയി. അസ്തു, ഇരിക്കട്ടെ. പ്രായശ്ചിത്തം കൊണ്ട് തന്നെ വീണ്ടും പാപനാശമുണ്ടായി മോക്ഷം കിട്ടുമോ? ഇതിന്മേൽ ഭാഷ്യകാരൻ ഭഗവാൻ ശങ്കരാചാര്യാദികളുടെ അഭിപ്രായം, പാപത്തിനു വേണ്ടി പ്രായശ്ചിത്തമുണ്ടെന്നാണ്. എന്നാൽ പുണ്യത്തിനു വേണ്ടി എന്തു ചെയ്യും? പുണ്യത്തിനു വേണ്ടി പ്രായശ്ചിത്തമില്ല. സഞ്ചിതമുണ്ടെങ്കിൽ തന്നെ പുണ്യഫലം തരുന്നതിന്, ജന്മം തരുന്നതിനു വേണ്ടി വർത്തമാന പാപങ്ങളില്ലെങ്കിൽ സഞ്ചിതത്തിൽ നിന്നല്പമെടുത്ത് ജന്മകർമ്മ ഫലം തരും. ജന്മം കിട്ടിയിട്ട് വീണ്ടും പാപം ചെയ്യില്ല എന്നെന്താണ് ഉറപ്പ്? അതുകൊണ്ട് പുണ്യത്തെ നിലനിർത്തിയാൽ വീണ്ടും സ്ഥിതി പൂർവവത്താകും, വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് പ്രായശ്ചിത്തം കൊണ്ട് മോക്ഷത്തിനുള്ള ആശയും വെറുതെയാണ്. ഇതാണ് ശങ്കരമതം. പ്രായശ്ചിത്തം ചെയ്ത് പാപങ്ങളെയൊക്കെ കഴുകിക്കളഞ്ഞ് മോക്ഷം കിട്ടാം എന്ന അഭിപ്രായത്തെ ശങ്കരൻ വസ്തുസ്ഥിതികൾ വെച്ച് അപഗ്രഥിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പുണ്യത്തെ നിലനിർത്തി എന്നതുകൊണ്ടുമായില്ല, ആ പുണ്യത്തിൻ്റെ സ്ഥിതി അറിഞ്ഞ് വീണ്ടും പുണ്യഫലം അനുഭവിക്കാൻ ജന്മം കിട്ടിയാൽ അതുകൊണ്ട് പാപം ചെയ്യില്ല എന്നുറപ്പില്ല. അതുകൊണ്ട് തന്നെ പ്രായശ്ചിത്തം കൊണ്ട് മോക്ഷത്തിനുള്ള ആശ വെറുതെയാണ് എന്ന് ശങ്കരമതം. മഹാരാജാവായ യുധിഷ്ഠിരൻ കുറച്ച് കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. രാജാ യുധിഷ്ഠിരൻ്റെ അഭിപ്രായത്തിൽ പ്രായശ്ചിത്തം കൊണ്ട് പാപ ഉച്ഛേദത്തിൻ്റെ ആശയും ദുരാശ മാത്രമാണ്. അവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മഹാഭാരതം ഇത് വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. രാജാവായ യുധിഷ്ഠിരൻ അല്പം കൂടി കടുപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രായശ്ചിത്തം കൊണ്ട് പാപ ഉച്ഛേദത്തിൻ്റെ ആശ ദുരാശ മാത്രമാണ്. സദൃഷ്ടാന്തം അത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. യഥാ പങ്കേന പങ്കാഭ്യഃ സുരയാ വാ സുരാകൃതം ഭൂതഹത്യം തയൈവൈകാം നയജ്ഞൈർ മാഷ്ടുമർഹതി. വളരെ വളരെ ശ്രദ്ധിച്ചാണ് വരികൾ പറഞ്ഞിരിക്കുന്നത്. യഥാ പങ്കേന പങ്കാഭ്യഃ സുരയാ വാ സുരാകൃതം ഭൂതഹത്യാം തയൈവൈകാം നയജ്ഞൈർ മാഷ്ടുമർഹതി. വളരെ ശ്രദ്ധിച്ചു നോക്കേണ്ടതാണ്. മഴ സമയത്ത് മുണ്ടുടുത്ത് പുറത്തുപോയി, പൊടിയടിഞ്ഞിരിക്കുന്ന അന്തരീക്ഷത്തിലൂടെ വന്ന ജലത്തുള്ളികൾ തുണിയെ നനച്ചു. തുണി മുഴുവൻ ചെളി പറ്റി, വസ്ത്രത്തിൽ ചെളിയായി. ഇത് കഴുകാമെന്ന് വിചാരിച്ചു. അകത്തുള്ള വെള്ളം
ചീത്തയായിരുന്നു, ചെളി കലർന്ന വെള്ളമായിരുന്നു. അതുകൊണ്ട് കഴുകിയാൽ വസ്ത്രം വൃത്തിയാകുമോ? പങ്കേന പങ്കാഭ്യ, ചെളി കൊണ്ട് ചെളിയുള്ള വെള്ളം കൊണ്ട് ചെളി കഴുകിക്കളയാൻ പറ്റുമോ? വലിയ ചെളി പോയാലും ആ വെള്ളത്തിലെ അഴുക്ക് കൊണ്ട് വസ്ത്രം വീണ്ടും അഴുക്ക് തന്നെയായി. മറ്റൊരു ദൃഷ്ടാന്തമുണ്ട്. ഒരു പാത്രത്തിൽ മദ്യമിരിക്കുന്നു, നാറ്റം വരുന്നു. അത് കഴുകിക്കളയാമെന്ന് വിചാരിച്ചു. എന്നാൽ കഴുകുന്നതിന് വേണ്ടി വെള്ളമാണെന്ന് വിചാരിച്ചെടുത്ത പാത്രത്തിൽ മദ്യം തന്നെയെങ്കിൽ എങ്ങനെ കഴുകിക്കളയും? അതുകൊണ്ട് കഴുകിയാൽ പാത്രത്തിൻ്റെ ദുർഗന്ധം പോകുമോ? യുധിഷ്ഠിരൻ 2 ഉദാഹരണങ്ങളാണ്. യഥാ പങ്കേന പങ്കാഭ്യ സുരയ വാ സുരാകൃതം. സുര കൊണ്ട്, മദ്യം കൊണ്ട് മദ്യമിരിക്കുന്ന പാത്രം കഴുകി അതിൻ്റെ മണം കളയുക. ചെളി കൊണ്ട്, ചെളിവെള്ളം കൊണ്ട് ചെളി പിടിച്ചിരിക്കുന്ന വസ്ത്രം കഴുകി വൃത്തിയാക്കുക. ഇതുപോലെ തന്നെയല്ലേ ഭൂതഹത്യാദികൾ കൊണ്ട് ഉണ്ടായ പാപത്തെ? ഭൂതങ്ങളെ, ഭവന്തി ഇതി ഭൂതാനി, ജീവികളെ ഹനിക്കുക, ഉപദ്രവിക്കുക മുതലായ പാപസഞ്ചയങ്ങൾ കൊണ്ട് ഉണ്ടായ പാപത്തെ വീണ്ടും യജ്ഞം കൊണ്ട്, ഭൂതഹത്യ കൊണ്ട്, അശ്വമേധാദി യജ്ഞങ്ങളെ കൊണ്ട് ഹവനകുണ്ഡം തയ്യാറാകണം. അതിൽ ഉണങ്ങിയ വിറകിടണം. അതിനുള്ളിൽ അനേകം കീടങ്ങളുണ്ടാവും. ഏത് വിറകെടുത്ത് പൊളിച്ചാലും അനേകം ജീവികളുണ്ട്. വിറകിന് പകരം ചാണകവറളി എടുക്കാം. അതിനകത്തും ഒരു ചാണകവറളി പൊട്ടിച്ചാൽ നിറച്ച് പ്രാണികളുണ്ടാവും. ഇവിടെ എല്ലാം ഹവനം ഒപ്പം നടക്കും. അഗ്നി മാത്രമല്ല, ജീവജാലങ്ങളും ഹനിക്കപ്പെടും. അതാണ് യഥാ പങ്കേന പങ്കാഭ്യാം. അപ്പോൾ പ്രാണികളെ ഹനിച്ചതിനുള്ള പാപം തീരാൻ വീണ്ടും പ്രാണിവധം തന്നെ ചെയ്ത് പുണ്യമുണ്ടാക്കാൻ കഴിയുമോ? യുധിഷ്ഠിരൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. യഥാ പങ്കേന പങ്കാഭ്യ സുരയ വാ സുരാകൃതം. 2 ദൃഷ്ടാന്തങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ദൃഷ്ടാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂതഹത്യം തൈവൈകാം നയജ്ഞൈർമാഷ്ടുമി അർഹതി. അങ്ങനെയാണെങ്കിൽ എങ്ങനെ? പ്രാണികൾ ഇല്ലാത്ത അഗ്നി കിട്ടണം. ഗ്യാസ് കൊണ്ട് പറ്റുമോ? അവിടെ പ്രാണിവധമില്ല. പക്ഷേ അതിന് ശാസ്ത്രത്തിൽ വിധിയുമില്ല. അപ്പോൾ മഴയത്ത് മുണ്ടിൽ പറ്റിയ ചെളിവെള്ളം കൊണ്ട് തന്നെ കഴുകിക്കളയുമ്പോൾ വീണ്ടും ചെളി പിടിക്കുന്നത് പോലെ സുര ഇരിക്കുന്ന പാത്രത്തിൽ ഉള്ള സുരയുടെ ദുർഗന്ധം മാറ്റാൻ സുര കൊണ്ട് തന്നെ കഴുകുന്നത് പോലെ പ്രാണിഹത്യ കൊണ്ട് പ്രാണിഹത്യയുടെ പാപം മാറ്റാൻ ശ്രമിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. വളരെ ഉദാത്തവും ഉന്നതവുമായ ശാസ്ത്രസത്യങ്ങളെ അർജുനനെ നിമിത്തമാക്കി നമുക്കായി വർണ്ണിച്ചു തന്നിട്ടുള്ള ഭഗവാൻ
ശ്രീകൃഷ്ണ പരമാത്മാവിനും അദ്ദേഹത്തിൻ്റെ വചനങ്ങളെ നമുക്ക് വേണ്ടി വർണ്ണിച്ചു തന്ന വ്യാസഭഗവാനും നമുക്ക് നമോവാകമർപ്പിക്കാം.